रंग सारी गुलाबी चुनरिया रे, रंग सारी गुलाबी चुनरिया रे, मोहे मारे नजरिया सावरिया रे, मोहे मारे नजरिया सावरिया रे। So guys, today is day 2 of our yesterday's vlog. ഞാൻ വിചാരിച്ചു 2 സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഇറക്കാമെന്ന്. ഞാൻ വിചാരിച്ചു 2 സെപ്പറേറ്റ് വ്ളോഗായിട്ട് എന്തിനാ ഇറക്കണേ, 2 വ്ളോഗായിട്ട് തന്നെ ഇറക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കുറേ നാൾക്ക് ശേഷം കസിൻസായിട്ട് നമ്മൾ കുറേ ആയി എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് നമ്മൾ ഒരു ഗെറ്റ് ടുഗദർ പോലുള്ളൊരു വൈബാണ്. അപ്പോൾ അതായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ ലേറ്റായി. നമ്മളവിടെ 10 മണിക്ക് എത്തണ്ടായി. ഇപ്പോൾ സമയം 10 നമ്മളിവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ് എല്ലാവരും. That's it guys. Bye. അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. എനിക്ക് ഗ്രാമപ്രദേശം മൊത്തം ഇപ്പോൾ വെള്ളമാക്കിയിട്ടുണ്ട്. നമ്മളെടുത്തേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ബാക്കിൽ പുഴയാണ്. പുഴ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓ മൈ ഗോഡ് അങ്ങനത്തെ ഒരു പുഴയാണ്. പേടിയായോ? എനിക്ക് പേടി വരുന്നുണ്ട്. എനിക്ക് ഇത് വെള്ളത്തിൽ ഫോബിയാണ്. ഞാൻ കാണിച്ചു തരാം. സൂക്ഷിക്കുന്നുണ്ട്. ഇല്ല കണ്ട ഈ കൂടെ ഇങ്ങനെ കാല് വെച്ചിട്ട് കാലിങ്ങനെ ഗ്യാപ്പിൽ കൂടെ വീണ് ഞാൻ അപ്പുറത്തെത്തി. നീന്തറിയാത്ത ഞാൻ ഇങ്ങനെ കിടന്ന് നീന്തി ഇങ്ങനെ ഇരിക്കും. സൂപ്പറായിരിക്കും. സോ അതാണ് ഇവിടുത്തെ ഒരു ഇവിടെ നല്ല വെയിലുണ്ട്, നല്ല ബഹളമുണ്ട്. അപ്പുറത്ത് ഇവിടെ ഒരു ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു സംഭവങ്ങൾ. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്, കാണിച്ചു തരാം. ഈ സംഭവം. പിന്നെ എന്താ അവിടെ കുറേ ഒഴുകുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങൾ. പണ്ട് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പുഴ അവിടെ തൊട്ട് ഇവിടെ വരെ ഇങ്ങനെ നീന്തുമായിരുന്നു. പിന്നെ അത് കടലായിരുന്നു, ഇത് പുഴ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനി ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനിടയിൽ കാണിക്കാം. നല്ല വെയിലുണ്ട്. സോ ഞാൻ അകത്തോട്ട് കയറാണ്. ഇവിടെ എന്തോ തീ പിടിച്ചോ? ഏറ്റവും ദേഷ്യമുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എങ്ങോട്ടിനും പോകുമ്പോൾ എൻ്റെ മുഖത്തും മുടിയിൽ നിറച്ച എണ്ണ. അതെല്ലാവരുടെയും ഉണ്ട്. നല്ല ചൂടുണ്ട്. ഇന്നലെ ഒരു മിനിറ്റമ്മ കൈൻഡ് ഓഫ് ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ഒരു ഇത് എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കാണാനുണ്ട്. പിന്നെ അപ്ഡേഷൻ ഒന്നുമില്ല. ആൾക്കാരൊക്കെ എത്തി വരണുള്ളൂ. എടാ ആ ചേട്ട അവിടുന്ന് അഴിച്ചു മാറ്റേക്ക് 2 സൈഡിൽ നിന്ന് അഴിച്ചിട്. കാറ്റ് 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 കാറ്റ്. അത് ഭംഗിയുള്ളവർ കിടന്നാലേ ഭംഗിയിലും ആടുള്ളൂന്ന് കേട്ട്. നേരത്തെ നല്ല ഭംഗിയിലും അടിയില്ലേ ഞാൻ കിടന്നോണ്ട്. കൊള്ളാം. അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പോകും. ആക്ച്വലി ഇത് ഫ്രിക്ഷൻ കാരണം നമ്മുടെ ന്യൂട്ടൺസ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇങ്ങനെ പോയി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫ്രിക്ഷൻ വന്ന് ശ്രമിക്കുന്ന ബിഗ് ഫാൻ. ഓക്കെ, ഓട്ടോഗ്രാഫ് വേണോ? കാണിക്കട്ടെ. ഹലോ, ഹായ്. എൻ്റെ വീഡിയോസാണ് വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനാണ് കേട്ടേക്കുന്നത്. ഉയരങ്ങളിൽ എത്തട്ടെ. ക്രിസിനുണ്ടല്ലോ ഈ ക്രിസ്, ഞാൻ പറയട്ടെ, നീ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോക്കും. എനിക്കത് സന്തോഷമുള്ളൂ സത്യം പറഞ്ഞാൽ. എനിക്കിങ്ങനെ നെഗറ്റീവ് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ 137 ഇന്നലെ എഞ്ചിനെ കൊണ്ടും കൂടി എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമല്ല. അതുകൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ്. കൈ നീയാണോ എക്സ്പ്രഷൻ? ഓക്കെ. അപ്പം എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്
നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അത്രയും സ്നേഹത്തില്. അല്ല കൈയോടെ ഞാൻ നിർത്താൻ കഴിഞ്ഞു. അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കായിരുന്നു ചൂട് കാരണം. മഴ പെയ്യണേന്ന് അപ്പോഴേക്കും മഴ പെയ്തു. ഇപ്പൊ ഇവിടെ പോയി നീ അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ ചൂടില്ല ആക്ച്വലി. ഇത്തിരി അങ്ങോട്ട് മാറി നിൽക്കൂ. താങ്ക് യു. അപ്പോൾ ചൂടില്ല. ഇപ്പോൾ വെയിലൊക്കെ പോയി. ഇപ്പോൾ ഒരു സന്തോഷമുണ്ട്. എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയണം. ശരിക്കും നല്ല സന്തോഷമുണ്ട്. ആൾക്കാർ എന്നോട് ചെറിയ പ്രശ്നം എനിക്ക് വ്ളോഗ് എടുക്കുമ്പോൾ ചെറിയ സ്ട്രെസ് വരുന്നുണ്ട്. കാരണം ആൾക്കാരും വെച്ച് എങ്ങനെയും വ്ളോഗ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആൾക്കാരില്ലാത്ത സ്ഥലത്തേക്ക് വന്ന് മാറി നിന്നിട്ടൊക്കെയാണ് വ്ളോഗ് എടുക്കുന്നത്. അതിന് വ്ളോഗ് എന്ന് പറയാമോ എനിക്കറിയില്ല. എനിവേ ഇല്ല എന്നെ എടുക്കണം. നമ്മളിപ്പോൾ ചെയ്യാൻ നമ്മളിപ്പോൾ സിനിമ പേര് കളിക്കാൻ പോവാണ്. എൻ്റെ അഭിനയം നിങ്ങൾ കാണണം. ഇത്തിരി ലേശം പഴുത. അപ്പോൾ അതാണ് നമ്മൾ കളിക്കാൻ പോണേ. ഞാൻ കളിച്ചിട്ട് നമ്മൾ കഴിച്ചിട്ട് പിന്നെ എന്താ ചെയ്യണമെന്ന് ഞാൻ പിന്നെ കാണിക്കാം. ടച്ചൊക്കെ എനിക്ക് ഈ സ്ട്രെസ്സാണ് ഇവിടെ വ്ളോഗ് എടുക്കാൻ. കാരണം എല്ലാവരും ഇങ്ങനെ അങ്ങനെയാണ്. ഞങ്ങൾക്ക് പലതും പറ്റും. അയ്യോ സോറി പറ്റില്ലേ വേണ്ട. അല്ലു മുത്തേ നീ സൂപ്പർ ഏട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്നെ. ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കൂ. ഇംഗ്ലീഷ് മലയാളമാണ് വേണ്ടത്. പച്ചമുളകാണ് സാധനം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കടിക്കുമ്പോ എരിവുണ്ട്. ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ടെങ്കിൽ ബാക്കി കളികൾ ദംഷ്റാസിൽ എൻ്റെ ടീം അത്ര സക്സസ് അല്ല. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വിൽ ബി ഗെറ്റിംഗ് ബാക്ക് ടു ദാറ്റ് എനർജി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടെങ്കിൽ കാണിക്കാം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ. ചോറ്, ഫിഷ് കറി, ചിക്കൻ ഫ്രൈ, ഫുഡ്, ദിസ് ഇസ് പയർ, സാലഡ്, കാടൻ, അച്ചാർ, എൻജോയ്. ശനി ഞാൻ മുടക്കാണല്ലോ. അപ്പൊ എൻജോയ്മെന്റ് ആണല്ലോ. ആ ശനി ഞായർ നമുക്ക് വർക്ക് ഉണ്ടാവും. ഇല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ആ 2 ദിവസം ഫുൾ ഫ്രീ ആയിട്ട്. ബാക്കി ദിവസങ്ങൾ സ്ട്രെസ് അടിച്ച് പണി പിരിച്ചിട്ടിട്ടൊന്നും ഇല്ലല്ലോ. നോക്ക് ഫ്രൈഡേ കഴിഞ്ഞു. എന്നിട്ട് വീക്കെൻഡിലെ മൺഡേക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അത് മൺഡേ നോക്കിയാൽ മതി. കഴിച്ചിട്ട് എപ്പടി ഇരിക്കുന്നു സൊല്ലുങ്ക. ഇതിന്റെ അടിയിലുണ്ടല്ലോ ഇതിന്റെ എസൻസ് പോലെ എന്തോ ഉണ്ട്. സോ അത് ഡിപ്പ് ചെയ്ത് കഴിച്ചു. ഡിപ്പ് ചെയ്ത് കഴിക്കുന്നത് മയോണൈസാ? അല്ല, മച്ചണൈസ്. അയ്യേ കൊള്ളാക്കി. നോക്കട്ടെ. മുഖം കാണിക്കാൻ താല്പര്യമില്ല. ബൈ. ശരിയപ്പോ നമ്മള് അടുത്ത പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നല്ലോണം കിടന്ന് ഉറങ്ങി. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഉറങ്ങിയിട്ടുണ്ടായില്ല. ഇപ്പം നമ്മൾ തറവാട്ടിലോട്ടേക്ക് പോവാണ്. കാരണം അവരെല്ലാവരും പോകാറായിട്ടുണ്ട്. ഇപ്പം എനിക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോയില്ലേ. എന്താ പറയുക, ഒരു സൺഡേ അവസാനിച്ചിട്ട് പിറ്റേ ദിവസം സ്കൂളിലേക്ക് ഒരു മൺഡേ പോണ ഒരു ഫീലില്ലേ, ആ ഫീലിൽ ഇപ്പോൾ ഞാൻ നിൽക്കണം. അപ്പോൾ നമ്മളൊരു ഉണ്ട് നമ്മളൊരു ബൈ പറച്ചിലാണ് എല്ലാവരും. അപ്പോൾ നമ്മളെല്ലാവരെയും കണ്ട് ബായ് പറഞ്ഞ്, നമ്മളല്ല അവർ ബായ് പറയും, നമ്മൾ എന്നിട്ട് വീട്ടിൽ കയറി പോവും. എടാ ഹെൽമെറ്റ് പോരില്ല നീ പറയാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സീരിയൽ ബൈ ദ വേ. നീ കാണാറുണ്ടത്? രാത്രി ആയിരിക്കും, പിന്നെ ടെലികാസ്റ്റ് ഉച്ചയ്ക്ക് 2 മണിക്കുണ്ട് യൂട്യൂബിൽ. 2 ആഴ്ച അപ്പോഴേക്ക് ഞാൻ പോട്ടാ, ഞാൻ പോയിട്ടുണ്ടാവും. അപ്പൊ നീ കാണുന്നുണ്ടാവില്ലേ? ഞാൻ അടുത്ത കൊല്ലായിരിക്കാൻ വരാം. കൊല്ലം വിഷമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ കരയരുത്. ഞാൻ കരയില്ല. ഇല്ല, ഒക്ടോബറിൽ എനിക്കറിയാം അപ്പച്ചന് വിഷമമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഒക്ടോബറില് പ്ലെയിൻ പിടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കണേ. കാളവണ്ടി ഓ ഇത് കൊള്ളാം. ഡ്രസ് ഒരു വൃത്തിയായിട്ടില്ല. മാങ്ങ പൊട്ടിക്കരുതെന്ന് പറഞ്ഞാൽ അത് പൊട്ടിക്കും, അത് തിന്നും. അഫ്കോഴ്സ് ഫുഡ് വേസ്റ്റ് ചെയ്യരുതെന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കണേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പേടിച്ചു കേട്ടോ. ആനി ചേച്ചി
എല്ലാരും ഉണ്ട്. പക്ഷെ ആനി ചേച്ചിയുടെ പ്രകാശം മാത്രം അടിക്കുന്നുള്ളൂ അല്ലേ? അറിവിന്റെ പ്രകാശം തോന്നുന്നു. അത് വേണ്ടായിരുന്നു നമുക്ക്. നിക്ക് എന്നിട്ട് ഒരാൾ ഇവിടെ നിക്ക്, എന്നിട്ട് രണ്ടുപേരും ഇവിടെ ഏഞ്ചിലേബിന് മറ്റേ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലെ നിക്കണേ. ആനിമോളൊന്ന് തരുമോ? നാളെ സ്കൂളിൽ പോണേന്റെ ഒരു വിഷമം ഉണ്ടെന്ന് കിട്ടൂലോ. എല്ലാരും ആ വിഷമത്തിലെ സുബൽദേ അവരൊക്കെ കരച്ചില്ല, പേടിക്കണ്ട, നീയും കരയണ്ട. കണ്ണു തുടക്കി. അപ്പൊ നമ്മള് പിരിയാണ്. ഞായറാഴ്ച ബാംഗ്ലൂർ നേരെ വിട്ടാലോ നമ്മുടെ പ്ലാൻ. പക്ഷെ പൂന്ത് സിൽവർ സ്റ്റോമിക്കാണ് മാത്രം പ്ലാൻ. അതില്ല, അതിന്റെ അടുത്ത് സിൽവർ സ്റ്റോം പുറത്തുനിന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഒരു കിടിലൻ വീക്കെൻഡ് ഇതോടുകൂടി കഴിഞ്ഞു. കിടിലൻ 2 ദിവസങ്ങളായിരുന്നു. അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ എന്താ നല്ല വിഷമമാണ് സത്യം പറയുകയാണെങ്കിൽ. എല്ലാവരും പോയി ഭയങ്കര ഒരു എന്താ പറയുക, പെട്ടെന്ന് ഭയങ്കര ബഹളം കാര്യങ്ങളായിട്ട് പിന്നെ പെട്ടെന്ന് ഒരു സ്നാപ്പിൽ ആ ഒരു സംഭവം പോകുമ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ക്യാൻ റിലേറ്റ്. അപ്പം അങ്ങനത്തെ ഒരു ഫീലിലാണ് ഞാനല്ലോ നിൽക്കുന്നത്. അല്ലോ കരച്ചു തുടങ്ങിയിട്ടുണ്ട്. നാളെ സ്കൂളിൽ പോകണതിൻ്റെ മടിയും കാര്യങ്ങളായിട്ട് മുടങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് എക്സാം കാരണം ആയതുകൊണ്ട് മുടങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവൾ മുടങ്ങേണ്ടതായിരുന്നു. അപ്പം അങ്ങനെ. അപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ, എന്താ മറ്റേ ബാഹുബലി 1 പ്രഭാസം മറ്റൊരു സംഭവമില്ലേ, മറ്റേ വെയിറ്റ് എന്താ പറയുക, അതിനെ എനിക്ക് അറിഞ്ഞൂടാ എന്താ പറയുന്നത്. ആ ഒരു സംഭവം എടുത്തിട്ട് അവൻ മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ കൊണ്ട് വെക്കുമല്ലോ അമ്മേനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മയിൽ. ആ സംഭവത്തിൻ്റെ അത്ര വെയിറ്റ് ഇപ്പം എനിക്ക് മനസ്സിലിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ ദാറ്റ് പെയിൻ ആക്ച്വലി. ശരിക്കും ക്രിസ്മസിൻ്റെ ടൈമിലും മാർച്ചിൻ്റെ ടൈമിലാണ് ഞാൻ ഏറ്റവും വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന ടൈം. കാരണം മാർച്ചിലാണ് ഇവിടെ മറ്റേ പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ടായി, മറ്റേ ഉച്ചരിഞ്ഞ് മറ്റേ കളിയും ചിരിയും. ജൂണിൽ വന്നതുകൊണ്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയണില്ല. ജൂണിൽ വരാൻ പറ്റി, ദൈവം സഹായിച്ച്. ബട്ട് സ്റ്റിൽ ജൂണിൽ വന്നുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അല്ലുവിന് ക്ലാസ് ഉണ്ട്, എല്ലാവർക്കും ക്ലാസ് ഉണ്ട്. ഞാൻ മാത്രമേ ഇവിടെ മറ്റേ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് ഇരിക്കുന്നുള്ളൂ. നാട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് മധുരം കഴിച്ച് ഞാനൊരു 10-15 കിലോ കൂടി ഫീലാണ് ഇപ്പം എനിക്ക്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നല്ല വെയിറ്റ്. ഞാൻ ആക്ച്വലി സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൈ കുറേ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പക്ഷേ അപ്പം ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ വന്നിട്ട് ആക്ച്വലി കൈ ഉപയോഗിക്കാണ്ട് പറ്റുന്നില്ല. നാട്ടിൽ വന്നിട്ട് ഞാൻ നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ മുഖമൊക്കെ മറ്റേ ഒരു ഉണ്ണിയപ്പം ഫീലാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. പിന്നെ പേടിക്കാനില്ല, കാരണം തിരിച്ച് ഡൽഹിയിലോട്ട് പോയ ഒരു പട്ടിണി ജീവിതമാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഹോപ്പ് ഇപ്പോൾ വെയിറ്റ് വെച്ചതൊക്കെ അപ്പോൾ കുറയുമായിരിക്കും. പറഞ്ഞു വന്നത് ഞാൻ നല്ല തടി വയ്ക്കുന്നുണ്ട്. തിരിച്ച് ഡൽഹിയിലോട്ട് പോകുമ്പോഴേക്കും എല്ലാവരും പറയും. ആനീനെ കണ്ടാലും ആർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക ആനി എവിടെയെന്ന്. ആർക്കും എൻ്റെ മുഖം നല്ലോണം നല്ലോണം തടി വയ്ക്കുന്നുണ്ട്. ബട്ട് കുഴപ്പമില്ല, ഫുഡ് കഴിച്ചിട്ടല്ലേ. നമ്മൾ ഫുഡൊക്കെ നന്നായി കഴിക്കുക. ഫുഡ് കഴിക്കാനെങ്കിൽ ആരും വിഷമിക്കരുത്. ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. കാരണം ഫുഡ് കഴിക്കാൻ കിട്ടുന്ന ചാൻസിൽ ഫുഡ് കഴിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വ്ളോഗിലും മിക്കതും ഈ മുടി ഇത്ര നീട്ടത്തിൽ നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല. കാരണം അതൊക്കെ ഞാൻ വെട്ടിക്കളയാൻ പോകണമെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ. കാരണം ഓക്കെ, ഞാൻ വേറെ ടോപ്പിക്കിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അതാണ് ഇപ്പോൾ 5-5.5 മിനിറ്റായി ഞാൻ ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ട്. ഇനി ഇത് കട്ട് ചെയ്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെടണം. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ നമുക്കൊരു കുട്ടി പ്ലാൻ ഉണ്ട്. പക്ഷെ നമ്മൾ പിള്ളേർ സെറ്റാണ് ഈ പ്ലാൻ ഇട്ടത് കൊണ്ട് നടക്കാൻ ചാൻസ് ഇല്ല. പിന്നെ കഴിഞ്ഞ് ഇപ്പോൾ 6 മിനിറ്റ് ആകാറായി. അപ്പോൾ ഞാൻ സംസാരിച്ച് ബോറാക്കുന്നില്ല. ഐ ഹോപ്പ് എൻ്റെ ശബ്ദമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ വരുന്നുണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അടുത്ത വ്ളോഗിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ സഹിക്കണം. അടുത്ത വ്ളോഗിന് നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. ലവ് യു ഗൈസ്. ബൈ 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 അപ്പച്ച. ഇങ്ങനെ നടക്കുള്ളൂ.
ആ കയ്യിൽ പോക്കറ്റിലുള്ള എന്താ ഇഞ്ചി മിഠായി എടുത്ത് വെച്ചൊക്കെയാണോ? എടാ നിഴലറിയാതെ നിറമണിയും ഒരു പിടി കനവിലായി നിൻമുഖം മനമറിയാതെ നിലവുകളിൽ ഇരവിലെ കുളിരു പോ നീ വരും നിഴലറിയാതെ നിറമണിയും ഒരു പിടി കനവിലായി നിൻമുഖം മനമറിയാതെ നിലവുകളിൽ ഇരവിലെ കുളിരു പോ നീ വരും ഇനിയൊരു ജന്മമേൻ മനസ്സിലായി ചേരുമോ ചിരിമഴയുമായി പുലരൊളിയുമായി വീണ്ടും പുതുമഴ തരും അപ്പൊ ഓക്കെ